ലോകത്തെമ്പാടും ക്രിസ്മസ് ആഘോഷിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. തിരുപ്പിറവി കാത്ത് അത് വീണ്ടും ആ ചരിത്ര മുഹൂർത്തം വീണ്ടും ആഘോഷവും ഉത്സവമാക്കാൻ ജനത തയ്യാറെടുക്കുമ്പോൾ ഒരു വലിയ ക്രിസ്ത്യൻ രാജ്യമായ ജർമ്മനി ഇത്തവണ ക്രിസ്മസ് ആഘോഷിക്കുന്നില്ല എന്ന് തോന്നുന്നു. കാരണം അവിടുത്തെ ഒരുപാട് ക്രിസ്മസ് മാർക്കറ്റുകൾ അടച്ചുപൂട്ടിയതാണ് വാർത്തകൾ വരുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ദാരുണമായ സംഭവം, ക്രിസ്ത്യൻ ഒരു ആളുകൾ തിങ്ങിക്കൂടിയ ഒരു ക്രിസ്മസ് മാർക്കറ്റിലേക്ക് ഒരാൾ BMW ഒരു കറുത്ത കാർ ഓടിച്ച് കയറ്റുന്നു. കുറേ ആളുകൾ മരിക്കുന്നു. 80ഓളം ആളുകൾക്ക് ഗുരുതരമായ പരിക്കുണ്ട്. ICUവിലാണ്. പേര് അയാളുടേത് മുസ്ലിം പേരായിരുന്നു. പക്ഷേ അയാൾ ഇസ്ലാം വിട്ട ആളാണെന്ന് പറഞ്ഞു, എക്സ് മുസ്ലിമാണെന്ന് പറയുന്നു. മുസ്ലിങ്ങളെ നിരോധിക്കണം, അതിന് കടുത്ത നടപടികൾ വേണമെന്ന് ആവശ്യപ്പെട്ട് ആണ് ഇയാൾ ഈ കൃത്യം ചെയ്തതെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്ത. അതെ അതെ. അപ്പോൾ ഇദ്ദേഹം 2006 തൊട്ട് ജർമ്മനിയിൽ താമസിക്കുന്ന ആളാണ്. അദ്ദേഹം ഒറിജിനലി ഫ്രം സൗദി അറേബ്യ. അദ്ദേഹം ഒരു ഷിയ മുസ്ലിമാണ്. ഡോക്ടറാണെന്ന്, ഡോക്ടർ, സൈക്യാട്രിസ്റ്റ് ആ ടൈപ്പ് ഡോക്ടറാണ്. അപ്പോൾ ഡോക്ടർ താലബ് അൽ അബ്ദുൾ മൊഹ്സിൻ എന്നാണ് പേര്. അപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ പോലെ മുസ്ലിം ആയിരുന്നു, മുസ്ലിം മതം വിട്ടു എന്നൊക്കെയുള്ള രീതിയിലാണ് എല്ലാവരും കരുതി വെച്ചത്. മാത്രമല്ല അയാളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ കഴിഞ്ഞ കുറേ മാസങ്ങളായി മുസ്ലിമുകൾക്കെതിരെ, ഇസ്ലാമിനെതിരെ നിരന്തരം പോസ്റ്റുകൾ ഇടുന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തിനുള്ള വിരോധം ഇസ്ലാമിനോടാണോ അതെ സുന്നി മുസ്ലിങ്ങളോടാണോ എന്നൊരു സംശയം തോന്നേണ്ടിയിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗദി അറേബ്യയിൽ ഓവർവെൽമിംഗ്ലി അവർ സുന്നി മുസ്ലിംസാണ്. അവിടുത്തെ ഷിയകളുമായിട്ട് അവിടെ വളരെയധികം പ്രശ്നങ്ങളുണ്ട്. സൗദിയിൽ കാര്യമായി ഷിയകൾ ഇല്ലല്ലോ. ഇഷ്യൂ ഇല്ല. ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ പുറത്തുള്ള ഷിയകളുമായിട്ടാണ് സൗദിക്ക് പ്രശ്നം. അതെ, പുറത്തുള്ള ഷിയകളായിട്ട് പ്രശ്നം. യമനിലൊക്കെ ഉള്ള യമനിലുള്ളവർ. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൗദിയിൽ ഷിയകൾ പ്രശ്നം ഉണ്ടാക്കണില്ല എന്ന് പറഞ്ഞാൽ വളരെ മിനസ്ക്യൂൾ മൈനോറിറ്റിയാണ്, കുറച്ച് പേരുള്ളൂ. ബാക്കിയൊക്കെ സുന്നി തന്നെയാണ്. അതുകൊണ്ടാണ് അവിടെ പ്രശ്നത്തിലേക്ക് വരാത്തത്. പക്ഷേ അവിടെ ഇമ്ര എന്ന് പറഞ്ഞിട്ട് ഒരു പ്രശസ്തനായ അവിടുത്തെ ഷിയ പണ്ഡിതന്മാരിലും ഷിയ പുരോഹിതന്മാരിലും ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരുന്നു. അദ്ദേഹത്തെ വധിച്ചായിരുന്നു സൗദി അറേബ്യ. അങ്ങനെയൊക്കെ ചില പ്രശ്നമുണ്ട്. അത് തന്നെയല്ല ഇറാനിൽ നിന്ന് ഒരു പ്രാവശ്യം ആയത്തുള്ള ഖുമൈനി വന്ന തുടക്കത്തിൽ ഇറാനിൽ നിന്നും ഒരു സംഘം അവിടെ പിൽഗ്രിമേജിന് പോയിരുന്നൊരു സംഘം ഉണ്ടായിരുന്നു. അവരവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ആയത്തുള്ള റൂഹുള്ള ഖുമൈനിയുടെ പടമൊക്കെ വെച്ച് അവിടെ പ്രകടനം നടത്തി. അത് കഴിഞ്ഞിട്ട് ദാറ്റ് റിസൾട്ടഡ് ഇൻ ഫയറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഉള്ള ഫയറിങ് അല്ല, വന്ന് അവിടെ പ്രകടനം നടത്തി എല്ലാവരെയും എന്ന് പറഞ്ഞോണം കൊല്ലുന്ന രീതിയിലാണ് പോയത്. അപ്പം അതുകൊണ്ട് എന്തായാലും അവിടെ തന്നെ ഈ സൗദിക്കുള്ളിൽ തന്നെ സുന്നി ഷിയ ഫൈറ്റിംഗ് നടക്കാത്തതിൻ്റെ കാരണം അതിനുള്ള ഷിയകൾ അവിടെ ഇല്ല തോന്നുന്നു. അല്ല, ഇതിപ്പോൾ ഇറാനിൽ നിന്ന് പോയവർ സൗദി അറേബ്യ പോയിട്ട് അയത്തുള്ള ഖമനയുടെ ഇതുമായിട്ട് വെച്ച് പോയാൽ പിന്നെ അവർ പൂമാലയിട്ട് സ്വീകരിക്കണോ? അല്ലാതെ പൂമാലയിട്ട് സ്വീകരിക്കൊന്നുമില്ല. അല്ലാതെ മറ്റൊരു മാർഗ്ഗം. അത് ശരിക്കും അവരുടെ രാജ്യത്തിലും വിശ്വാസത്തിലും മേലുള്ള ഒരു കടന്നുകയറ്റമാണ് ഇറാൻ നടത്തിയത്. അതിനെ സൗദി അങ്ങനെ അല്ലാതെ പിന്നെ എങ്ങനെ? അത് തന്നെ അവർ ചെയ്തു. അപ്പോൾ ഷിയാകളുമായിട്ട് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു സാമ്പിളായിട്ട് നമുക്ക് എടുക്കാം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതാണ്, പിന്നെ ബുള്ളറ്റാണ്. അല്ല, അത് നമുക്ക് സൗദിയുടെ നിലപാടോട് യോജിക്കാനേ പറ്റുള്ളൂ. അതെ. അപ്പോൾ അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ ഞാൻ എക്സ് മുസ്ലിമാണ് എന്ന് പറയുന്നത് ഈ സുന്നിയോടുള്ള വിരോധമാണ് അദ്ദേഹത്തിനുണ്ടെങ്കിൽ ക്രൈസ്തവർ തിങ്ങിക്കൂടുന്ന ക്രിസ്മസ് മാർക്കറ്റിലേക്ക് വണ്ടി ഓടിച്ച് കയറ്റുന്ന എന്തിനാ? അവിടെ എന്തായാലും ക്രിസ്ത്യാനികളല്ലേ ഉണ്ടാവും. അതെ. അപ്പോൾ അവിടെ ഇദ്ദേഹത്തിന് വിരോധം മൊത്തം മുസ്ലിങ്ങളോടാണോ അതെയോ സുന്നിയോടാണോ എന്താണോ എന്നൊന്നും അറിയില്ല. അത് അദ്ദേഹം പറയുന്ന ഇത്രയേ ഉള്ളൂ, എക്സ് മുസ്ലിമാണെന്ന് പറയുന്നുണ്ട്. അത് തന്നെയല്ല, മുസ്ലിങ്ങൾക്കെതിരെ അദ്ദേഹം എഴുതുന്ന പോലെ പറയുന്ന പോലെ അത്രയും ഭീകരമായ രീതിയിൽ ഇസ്ലാമിനെ വേറെ ആരും ആക്രമിക്കില്ലായിരുന്നാണ് പറയുന്നത്. അതാണ് അവിടുത്തെ സാഹചര്യം. പിന്നെ ഇത് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ സൗദി അറേബ്യ അവരുടെ നിലപാട് വ്യക്തമാക്കി. കാരണം പ്രത്യേകിച്ച് അദ്ദേഹം ഒരു സൗദി സിറ്റിസൺ ആയിരുന്നല്ലോ, അവിടെ നിന്നാണ് പോയത്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ 3 പ്രാവശ്യം വാർണിംഗ് കൊടുത്തതാണ് ഇയാളെക്കുറിച്ച്. സൗദി ഇവർക്ക് ജർമ്മനിക്ക് 3 വാർണിങ്സ് 3 എണ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നു. 3 പ്രാവശ്യം കൊടുത്തിട്ടും ഒരു ആക്ഷനും എടുക്കണില്ല. അപ്പോൾ അത് ഞാൻ പറഞ്ഞേ, ഈ സൗദിക്ക് ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം അറിയായിരുന്നല്ലോ. അപ്പം എന്തൊക്കെ അവിടെ നേരത്തെ നടന്നിട്ടുണ്ടാവും. അല്ലാതെ വെറുതെ അങ്ങോട്ട് മതത്തിൻ്റെ മാത്രമല്ല, അവിടെ ഈ സുന്നി ഷിയ പ്രോബ്ലത്തിൽ എന്തെങ്കിലും അവിടെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും നേരത്തെ. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ അവിടെ നിന്ന് പോയത്. അപ്പോൾ 3 പ്രാവശ്യം വാർണിംഗ് കൊടുത്തു, ആൾ ശരിയല്ല, നിങ്ങൾ ഉടനെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം. 3 പ്രാവശ്യം ഈ ജർമ്മൻ ഗവൺമെൻറ് അറസ്റ്റ് ചെയ്യുക ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ്.
ഫെൽ ഓൺ ഡെഫ് ഇയേഴ്സ് എന്ന് പറയും. ഒരു ബദിരകരണങ്ങളിലാണ് വീട്. അതെ, ഒരു റിയാക്ഷനും ഇല്ലാത്ത രീതിയിൽ. അപ്പോൾ സൗദി അറേബ്യ വേറൊരു ഡിമാൻഡ് വെച്ചു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് അവിടെ അറസ്റ്റ് ചെയ്യാനും അവിടെ നിലനിർത്താനും ഒക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു കാര്യം ചെയ്തോ, യു എക്സ്ട്രാഡൈറ്റ് ചെയ്യും, അവരെ പിടിച്ചു ഇങ്ങോട്ട് പിടിച്ചു തന്നേക്കും, ഞങ്ങൾ ഇവിടെ എന്താ വേണ്ടത് റെഡി ആയിക്കോളാം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു അല്ല, അതും ജർമ്മനി ചെയ്തില്ല. ജർമ്മനിയൊക്കെ ഭയങ്കര ഉദാത്തമായ ജനാധിപത്യ രാജ്യമല്ലേ. അത്രേ, ആ ഉദാത്തമായ ജനാധിപത്യ മൂല്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വിചാരിച്ചു എങ്ങനെയാലും ഈ സൗദി അറേബ്യ ഇദ്ദേഹത്തെ ഇത്രയും താല്പര്യപൂർവ്വം അങ്ങോട്ട് വിളിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്താണെന്നറിയാം. അത് ചിലപ്പോൾ കഴുത്തിൽ കയറ് വീഴും എന്നുള്ളത് അറിയാം. അപ്പൊ അങ്ങനെ വെറുതെ എന്തിനാ കൊന്നുകളയുന്ന, അവിടെ പോയി കഴിഞ്ഞാൽ ഇതായിരിക്കും. പിന്നെ മനുഷ്യാവകാശത്തിന്റെ കൊടിക്കൂറ ജർമ്മനി ഉയർത്തിപ്പിടിച്ച് അയാളെ ഇവിടെ നിർത്തി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പാവപ്പെട്ട ജർമ്മൻകാർ പണി പിടിച്ചു. ക്രിസ്മസ് മാർക്കറ്റിൽ നല്ലൊരു BMW സ്വന്തമല്ല, വാടകയ്ക്ക് എടുത്തതായിരുന്നു. വാടകയ്ക്ക് എടുത്ത കാറ് നല്ല സ്പീഡിൽ ഓടിച്ചങ്ങ് കയറ്റി. അപ്പോൾ ഈ സെക്യൂരിറ്റി കൺസേൺസ് വെച്ച് അവിടെ റോഡൊക്കെ വളരെ നിയന്ത്രിതമാണ്. ഓൺലി വൺ റോഡ് ഒരു എമർജൻസി പർപ്പസിന് ഉപയോഗിക്കാനുള്ളതുണ്ട്. ആ റോഡ് കൂടെ കയറി ഈ ആൾക്കാരുടെ മേത്തെ കൂടെ അപ്പോൾ തന്നെ ഓൺ ദി സ്പോട്ട് 5 പേര് മരിച്ചു. കുറേ പേര് സിവിയർലി ഇഞ്ചേർഡാണ്. ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് വരുമ്പോഴേ നമുക്കറിയാവും എത്ര പേര് മരിക്കുന്നു. അപ്പോൾ എലോൺ മസ്ക് ഒക്കെ പറഞ്ഞിരിക്കുന്നത് എത്രയും വേഗം ഈ ഒലാഫ് ഷോൾസ് എന്ന് പറയുന്ന ആളാണല്ലോ അവിടുത്തെ ഭരണാധികാരി. അപ്പോൾ ആ ചാൻസലർ ഉടനെ രാജിവെക്കണം, എന്ത് മണ്ടത്തര ബോധമില്ലാത്ത മനുഷ്യനാണ് ഇയാൾ, ഇത്രയും വാർണിംഗ് കിട്ടിയിട്ടൊന്നും ചെയ്തില്ല എന്നും പറഞ്ഞ് എലോൺ മസ്ക് ഒക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹം ഇതൊക്കെ ചെയ്യാനുള്ള കാരണമായിട്ട് ഇദ്ദേഹം പലപ്പോഴും സൂചിപ്പിക്കുന്നത് സൗദി അറേബ്യയിൽ വന്നിരിക്കുന്ന, അദ്ദേഹം ഒരു റെഫ്യൂജി ആയിട്ടാണ് വന്നത്. അതേപോലെ വളരെയധികം റെഫ്യൂജീസ് സൗദി അറേബ്യയിൽ നിന്ന് വരുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ജർമ്മനി ഒന്നും ചെയ്യുന്നില്ല. അവർക്ക് കിട്ടുന്നത്, ഈ റെഫ്യൂജീസിന് കിട്ടുന്നത് ഇൽ ട്രീറ്റ്മെൻ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് ഒരു കംപ്ലൈൻറ്റ് അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മാത്രമല്ല സൗദി അറേബ്യയിലുള്ള, അപ്പോൾ അങ്ങനെയുണ്ട്, ഈ സൗദി അറേബ്യ തുടങ്ങിയ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് ഓടി വരുന്നവർക്ക് മുന്തിയ പരിഗണന കൊടുത്ത് ജർമ്മനി ഇനിയും സ്വീകരിക്കണം. അത് സ്വീകരിക്കാത്തതിലുള്ള പ്രതിഷേധമാണ് അദ്ദേഹം കാണിച്ചത്. പിന്നെ അത് കൂടാതെ സൗദി ഒപ്പോസിഷൻ പാർട്ടീസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ കേസിൽ ജർമ്മനി വേണ്ടത്ര ഇൻട്രസ്റ്റ് എടുക്കുന്നില്ല. സൗദിയിലെ ഒപ്പോസിഷൻ ഗ്രൂപ്പുകളോട്, സൗദിയിൽ അങ്ങനെ പ്രതിപക്ഷ പാർട്ടിയൊന്നുമില്ല, ഷിയ ഗ്രൂപ്പുകളായിരിക്കും. അതായിരിക്കും. അപ്പോൾ ഇദ്ദേഹം ഷിയാണ്. അപ്പോൾ അവർ വേണ്ട പരിഗണന കാണിക്കുന്നില്ല എന്നൊരു കംപ്ലൈൻറ്റ് അതും പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അതേപോലെ സൗദി അറേബ്യയിൽ നിന്നും ആകുന്നത്ര സ്ത്രീകളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. കാരണം അവിടെ സ്ത്രീകൾക്കും പീഡനമാണ്. അപ്പോൾ ഈ കോസസ് വെൻ ഹി ടേക്സ് അപ്പ് ദീസ് കോസസ്, അതിന് ജർമ്മനിയിൽ നിന്നും വേണ്ടത്ര സപ്പോർട്ട് കിട്ടുന്നില്ല എന്നൊരു സങ്കടമുണ്ട്. റെഫ്യൂജീസിനെ വേണ്ട പോലെ ട്രീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇദ്ദേഹം ഇതൊക്കെ ചെയ്തതെന്ന് വേറെ ചിലർ പറയുന്നുണ്ട്. പിന്നെ ഇദ്ദേഹം എപ്പോഴും ക്ലെയിം ചെയ്തിരുന്നത് ഐ എം ആൻ ആക്ടിവിസ്റ്റ് എഗൻസ്റ്റ് ഇസ്ലാം എന്നാണ്. അദ്ദേഹം പറയുന്ന അത്ര സിവിയറായിട്ട് വേറെ ആരും ആ നാട്ടിൽ ഇസ്ലാമിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സൗദി ഒപ്പോസിഷൻ അനുഭവിക്കുന്ന പെർസിക്യൂഷനിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താനും ഇവർ ജർമ്മൻ ഗവൺമെൻറ് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻറ്റ്സ്. പിന്നെ അദ്ദേഹം ഫേസ്ബുക്കിലൊക്കെ നേരത്തെ എഴുതിയിട്ടിരുന്നത് സംതിങ് ബിഗ് വിൽ ഹാപ്പൻ ഇൻ ജർമ്മനി എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇടയ്ക്ക് വലിയൊരു സംഭവം നടക്കാൻ പോകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പിന്നെ വേറെ ചില ഈ ഓൺലൈനിലൊക്കെ അദ്ദേഹം എഴുതിയിരുന്ന ചില കാര്യങ്ങൾ ആൾക്കാർ ഇപ്പോൾ ഓരോന്ന് പുറത്തേക്ക് വരികയാണ്. അദ്ദേഹം എഴുതിയിരുന്ന ഒരു സെൻറ്റൻസ് ഇതാണ്: ഐ അഷ്വർ യു ഇഫ് ജർമ്മനി വാണ്ട്സ് വാർ വി വിൽ ഹാവ് ഇറ്റ്, ഇഫ് ജർമ്മനി വാണ്ട്സ് ടു കിൽ അസ് വി വിൽ സ്ലോട്ടർ ദം ആൻഡ് ഡൈ. ഇദ്ദേഹത്തിൻ്റെ ഈ ഫേസ്ബുക്കിലും മറ്റ് എക്സിലും അതേപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇദ്ദേഹം എഴുതിയിരിക്കുന്നതാണ്. പിന്നെ വേറൊരു സെൻറ്റൻസ്, ഇതെല്ലാം നേരത്തെ കണ്ടിട്ടും ജർമ്മനി അരങ്ങിയില്ല. അല്ല, ഇതൊക്കെ ഒരുപക്ഷെ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരത് ശ്രദ്ധയിൽ അത് വേണ്ട പോലെ പരിഗണിച്ചില്ല എന്നുള്ളതാണ്. പിന്നെ വേറൊരു സെൻറ്റൻസ് അദ്ദേഹം എഴുതിയിരിക്കുന്നതാണ്: ഈസ് ദെയർ എ പാത്ത് ടു ജസ്റ്റിസ് വിത്തൗട്ട് കില്ലിങ് ജർമ്മൻ സിറ്റിസൺസ് ഇൻഡിസ്ക്രിമിനേറ്റ്ലി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ വെടിവെപ്പും കാര്യമൊക്കെ തന്നെയാണ് മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ വെടിവെക്കുന്നതിന് പകരം കാർ ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 5 പേര് മരിച്ചു, ഇനി എത്ര പേര് മരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ വേറെ ഒരു ആർഗ്യുമെൻ്റ് ഇതിനെപ്പറ്റി വന്നിരിക്കുന്നത് പെർഹാപ്സ് ഹി വാസ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചിലർ പറയുന്നുണ്ട്. അതൊക്കെ എന്തുമാത്രം ശരിയാണെന്ന് അറിയില്ല. എന്തായാലും ഇദ്ദേഹം ദൗർഭാഗ്യകരമായൊരു സംഭവമാണ്. അല്ല, മറ്റൊരു കാര്യമുണ്ട് സാർ, ഇതിനകത്ത് പറയുന്നത്, ഇയാൾ പറയുന്നത് സൗദി അറേബ്യക്കെതിരെ ഇയാൾ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്.
അവിടെ നിന്നുള്ള ആളുകളെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയിൽ സുന്നിയാണ്, സുന്നി രാജ്യത്തിനെതിരെയാണ് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സ്ത്രീകൾക്ക് വലിയ പ്രശ്നമാണ് സൗദിയിലൊക്കെ എന്ന് പറയുന്നതിനകത്തും വലിയ കാര്യമൊന്നുമില്ല. ഇപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് മാറിക്കൊണ്ടിരിക്കും. ഇറാനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സൗദി ഈസ് ഫാർ 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 ബെറ്റർ. അത് മാത്രമല്ല ഇപ്പോൾ ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്യണം. പിന്നെ പുതിയ രാജാവിൻ്റെ കാലത്ത് സൽമാൻ രാജകുമാരൻ ഒരുപാട് വലിയ മാറ്റങ്ങൾ സൗദി വരുത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനകത്ത് തോന്നുന്നത് യാഥാസ്ഥികമായ സൗദിയിലുണ്ടാകുന്ന മാറ്റങ്ങളൊന്നും ഇഷ്ടപ്പെടാത്ത ഷിയ വിഭാഗത്തിൻ്റെ പ്രതിനിധി അറിയാം. അതായിരിക്കാം കാരണം മുഹമ്മദ് ബിൻ സൽമാൻ്റെ വരുത്തിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ സാധാരണ ആൾക്കാർക്ക് പോലും അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പോലെയുള്ള ചില മാറ്റങ്ങൾ അദ്ദേഹം വരുത്താണ്. അതൊന്നും ഇഷ്ടപ്പെടാത്ത ഒരു ഷിയ ആയിരിക്കും. ഷിയ പണ്ടേ സുന്നിക്കെതിരാണ്. അതുകൊണ്ട് സൗദിയിൽ നിന്നുള്ള ഷിയകൾക്ക് മുഴുവൻ അഭയം കൊടുക്കണം. അതാണല്ലോ ഞങ്ങളെ അവിടെ നിന്നുള്ള അഭയാർത്ഥികളെ പ്രതിപക്ഷം അല്ലെങ്കിൽ എതിരഭിപ്രായമുള്ള പ്രതിപക്ഷ പാർട്ടിയല്ല. ഇപ്പോൾ അവിടുത്തെ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ സുന്നി ഭരണത്തിനെതിരെയുള്ള ഷിയകൾ അവരെ വേണ്ട തരത്തിൽ പരിഗണിക്കുന്നില്ല. അവരെല്ലാം വിളിച്ചോട്ട് വരണം, അവരെ ഇവിടെ പാർപ്പിക്കണം, അവർക്ക് പൗരത്വം കൊടുക്കണം, അവർക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ കൊടുക്കണം. ഇത് പടിഞ്ഞാറൻ രാജ്യങ്ങൾ മുഴുവൻ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. ലോകത്തെമ്പാടുന്നും റെഫ്യൂജികളായിട്ട് അഭയാർത്ഥികളായിട്ട് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ചിലയിടത്തുനിന്ന് സുന്നികൾ വരും, ചിലയിടത്തുനിന്ന് ഷിയകൾ വരും. വന്നു കഴിഞ്ഞാൽ അവരെ പൊന്നുപോലെ നോക്കിക്കോണം. ഇവർ ഈ ജർമ്മനി ഇങ്ങനെ ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ട് തോന്നിയ റെഫ്യൂജീസിനെ മുഴുവൻ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഇവർക്ക് നേരത്തെ തന്നെ സൗദിയും അതേപോലെ UAEയും ഒക്കെ വാർണിംഗ് കൊടുത്തിരിക്കുന്നതാണ്. നിങ്ങളിപ്പോൾ കാണുന്ന പോലെയല്ല, കുറച്ച് കഴിയുമ്പോൾ ഇവരുടെ സ്വഭാവം വേറെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് വാൺ ചെയ്തേക്കുന്നതാണ്. പക്ഷേ ഇവരതൊന്നും കണക്കിലെടുത്തില്ല. ഇവർ മാർപ്പാപ്പയൊക്കെ പറയണ്ടല്ലോ സ്വീകരിച്ചു. അല്ല, ഇതിപ്പോൾ നമ്മൾ ഇന്ത്യ ആലോചിക്കേണ്ടതാണ്. ഇന്ത്യയിലും പറയുന്നുണ്ട് നിങ്ങൾ റോഹിംഗ്യക്കാരെ ബംഗ്ലാദേശികളെയൊക്കെ, ബംഗ്ലാദേശി ഹിന്ദുക്കളല്ല മുസ്ലിങ്ങളെയൊക്കെ നമ്മൾ മേടിച്ച് നമ്മൾ പൊറുപ്പിക്കണമെന്നാണ് പറയുന്നത്. ആലോചിക്കണം, സൗദി പോലെയുള്ള രാജ്യങ്ങൾ പോലും ഇങ്ങനെയുള്ള ആളുകളെ സ്വീകരിക്കരുതെന്ന് പറയുന്നത് അവർ സ്വീകരിക്കാനില്ല, അവരൊരിടത്തൊന്നും സ്വീകരിക്കത്തില്ല. അല്ല, സൗദിയോ അല്ലെങ്കിൽ UAEയോ ഒരു രാജ്യവും ഒരു റെഫ്യൂജിനെയും ഈ സിറിയ ഇറാഖിൽ നിന്നും പറഞ്ഞവർ അവരെ അടുപ്പിക്കില്ല. വേണമെങ്കിൽ ഇന്ത്യ സ്വീകരിച്ചോണം എന്ന് പറയുന്ന ആളുകൾക്കുള്ളൊരു മറുപടി കൂടിയാണ്. അതെ അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.